രാമായണം ആദികാവ്യ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തിട്ട് ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രനോടും മറ്റു മുനിമാരോടുമൊപ്പം മിഥിലാപുരിയിലേക്ക് യാത്രയാകുന്നതാണ് കഴിഞ്ഞ ഭാഗത്ത് കേട്ടത്. തുടർന്ന് കേൾക്കുക. ലക്ഷ്മണനോടൊപ്പം ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിക്കൊപ്പം മിഥിലാപുരിയിലെ യാഗശാലയിൽ എത്തി. ഈ ഈശാനക്കോണിൽ കൂടി അവർ യാഗശാലയിൽ പ്രവേശിച്ചു. അപ്പോൾ രാമൻ വിശ്വാമിത്രനോട് പറഞ്ഞു, ഭഗവാനെ, മഹാത്മാവായ രാജർഷിയുടെ യജ്ഞസമൃദ്ധി ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. ആയിരക്കണക്കിന് ബ്രാഹ്മണരാണല്ലോ വന്നിരിക്കുന്നത്. നൂറുകണക്കിന് വണ്ടികൾ നിരന്നു കിടക്കുന്നു. അവിടുത്തേക്ക് പ്രിയം തോന്നുന്ന സ്ഥലത്ത് താമസിക്കാൻ നോക്കാം. കുമാരന്റെ വാക്കുകൾ കേട്ട മുനി ബഹളമൊന്നുമില്ലാത്ത വൃത്തിയുള്ള ഒരു ഇടം കണ്ടുപിടിച്ചു. വിശ്വാമിത്ര മഹർഷി എത്തിയെന്ന വിവരം ജനക മഹാരാജാവ് അറിഞ്ഞു. അദ്ദേഹം പുരോഹിത ശ്രേഷ്ഠനായ ശതാനന്ദനൊപ്പം അവരെ എതിരേൽക്കാൻ യജ്ഞവാടത്തിലെത്തി. വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും കൂടെയുള്ള മുനീന്ദ്രന്മാരെയും ജനക മഹാരാജാവ് പൂജിച്ച് സൽക്കരിച്ചു. തൊഴുതുകൊണ്ട് അദ്ദേഹം വിശ്വാമിത്രനോട് പറഞ്ഞു, ഭഗവാനെ, ഈ മുനീശ്വരന്മാരോടൊന്നിച്ച് അവിടുന്ന് ഇവിടെ ഇരുന്നാലും. എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരുന്നു. രാജാവ് വീണ്ടും പറഞ്ഞു, ഭഗവാനെ, സർവദേവന്മാരും പ്രസാദിച്ച് യജ്ഞസമൃദ്ധിയുടെ ഫലം ഇന്നാണ് തന്നത്. ഈ ശ്രേഷ്ഠയാഗത്തിൻ്റെ ഫലമെന്തോ അത് ഇന്നെനിക്കു കിട്ടി. അവിടുത്തെ പുണ്യദർശനം സാധിച്ചുവല്ലോ. മാമുനീശ്വരന്മാരാൽ ആവൃതരായ അവിടുന്ന് ഈ യജ്ഞശാലയെ പാവനമാക്കി തീർത്തു. ബ്രഹ്മർഷിവര്യനായ ആചാര്യ, ഇനി 12 ദിവസം കൂടി വേണം യാഗ പരിസമാപ്തിക്ക് എന്നാണ് അമേയ ബുദ്ധിശാലികൾ അരുളി ചെയ്തത്. അവരവരുടെ ഭാഗം സ്വീകരിക്കുവാൻ വന്നുചേർന്ന ദേവന്മാരെ അവിടുത്തേക്ക് നേരിൽ കാണാം. വയോവൃദ്ധനായ രാജശ്രീ തുടർന്നു പറഞ്ഞു, മുനീശ്വര, രൂപസൗന്ദര്യങ്ങൾ ഒത്തിണങ്ങിയ ദേവകുമാരന്മാരെ പോലെ തോന്നിക്കുന്ന ഈ കുമാരന്മാർ എൻ്റെ വംശത്തെയും എന്നെയും ഉയർത്താൻ വേണ്ടി വന്നവരെ പോലെ തോന്നുന്നു. ഈ കുമാരന്മാർ ദുർഗമങ്ങളായ വഴികൾ കൂടി വരാൻ കാരണമെന്താണ്? ഇവർ ആരുടെ പുത്രന്മാരാണ്? എല്ലാം അവിടുന്ന് അങ്ങെന്നോട് പറയണം. ജനകരാജാവിൻ്റെ ചോദ്യം കേട്ട വിശ്വാമിത്ര മുനി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തതുവരെ പറഞ്ഞു. ഈ കൊട്ടാരത്തിലുള്ള പള്ളുവില്ല് കാണാനാണ് അവരെത്തിയതെന്നും പറഞ്ഞു. വിശ്വാമിത്രമുനിയുടെ വാക്കുകൾ കേട്ട മഹാതപസ്വിയായ ശതാനന്ദ മഹർഷിയിൽ രോമാഞ്ചമുണ്ടാക്കി. ഗൗതമ മുനിയുടെ മൂത്ത പുത്രനാണ് ശതാനന്ദ മഹർഷി. രാമലക്ഷ്മണന്മാരെ കണ്ട സന്തോഷത്താൽ ശതാനന്ദ മുനി പറഞ്ഞു, മാമുനീന്ദ്ര, അനേകായിരം വർഷങ്ങൾ അത്യുഗ്ര തപസ്സിലായിരുന്ന അമ്മയെ രാജകുമാരന് അവിടുന്ന് കാട്ടിക്കൊടുത്തുവോ? സർവരാലും പൂജിക്കേണ്ട ശ്രീരാമചന്ദ്രനെ എൻ്റെ അമ്മ വന്ന വനവിഭവങ്ങൾ കൊണ്ട് പൂജിച്ചുവല്ലോ. പണ്ടുണ്ടായത് ദേവേന്ദ്രൻ അമ്മയോട് ചെയ്തത് കുമാരനെ പറഞ്ഞുകൊടുത്തില്ലേ? ശ്രീരാമദർശനത്താൽ എൻ്റെ അമ്മ പാപമുക്തി വന്ന് എൻ്റെ അച്ഛനോട് ചേർന്നില്ലേ? എൻ്റെ അച്ഛൻ രാമനെ വഴിപോലെ പൂജിച്ചോ? രാമൻ അതൊക്കെ സ്വീകരിച്ചോ? ശാന്തമൂർത്തിയായ അച്ഛനെ രാമൻ സശ്രദ്ധം അഭിവാദ്യം ചെയ്തില്ലേ? ശതാനന്ദ മഹർഷിയുടെ ചോദ്യം കേട്ട് വിശ്വാമിത്ര മുനി മറുപടി പറഞ്ഞു, മുനിവര്യ, യാതൊരു വിധത്തിലുമുള്ള തെറ്റുപറ്റിയിട്ടില്ല. ചെയ്യേണ്ടതേതോ
അത് ഞാൻ ചെയ്തു. അഹല്യ ഗൗതമനോട് ചേർന്നു. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ടിട്ട് ശതാനന്ദൻ ശ്രീരാമനോട് പറഞ്ഞു, നരേന്ദ്ര, സ്വാഗതം. എവിടെയും പരാജയം സംഭവിക്കാത്ത വിശ്വാമിത്രനെ അനുഗമിച്ച് ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങളുടെ മഹാഭാഗ്യം. മഹാത്മാവായ ഗാന്ധി നന്ദനായ വിശ്വാമിത്രന്റെ കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് തെളിയിക്കുന്ന ആ കഥ ഞാൻ പറഞ്ഞു തരാം. ശതാനന്ദ മുനി ആ കഥ പറഞ്ഞു തുടങ്ങി. ഒരു കാലത്ത് ശത്രുക്കളെ ജയിച്ച് ഈ ധർമാത്മാവ് ഭൂമിയെ സംരക്ഷിച്ചിരുന്ന രാജാവായിരുന്നു. പ്രജകളുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന രാജാവ്. പ്രജാപതിയുടെ പുത്രനായ കുശന്റെ മകനാണ് ധാർമ്മികനായ കുശനാഭൻ. ഗാന്ധി എന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അതിതേജസ്വിയായ ഈ നിൽക്കുന്ന വിശ്വാമിത്രമുനി. അനേക വർഷം രാജാവായിരുന്ന ഇദ്ദേഹം ഭൂമി നന്നായി ഭരിച്ചു. അക്കാലത്ത് ഒരിക്കൽ വലിയ സൈന്യങ്ങളോടുകൂടി വിശ്വാമിത്രൻ നഗരങ്ങളും രാഷ്ട്രങ്ങളും നദികളും പർവ്വതങ്ങളും ആശ്രമങ്ങളും ഒക്കെ സന്ദർശിച്ച് ഒടുവിൽ എത്തിച്ചേർന്നത് വസിഷ്ഠ ബ്രഹ്മർഷിയുടെ ആശ്രമത്തിലാണ്. അതിമനോഹരമായ ആശ്രമം. പൂക്കളും പഴങ്ങളും കൊണ്ട് നിറഞ്ഞ മരങ്ങൾ, സുഗന്ധ പുഷ്പങ്ങളുള്ള ചെടികളും വള്ളിച്ചെടികളും എങ്ങും കാണാം. പേടികൂടാതെ വിഹരിക്കുന്ന മൃഗങ്ങൾ, പാറി നടക്കുന്ന പക്ഷികൾ, സിദ്ധന്മാരും ചാരണന്മാരും ദേവന്മാരും ദാനവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും ആ ആശ്രമത്തിലുണ്ട്. അങ്ങിങ്ങായി മാൻകൂട്ടങ്ങൾ നിർഭയം നിന്ന് മേയുന്നുമുണ്ട്. കർണാനന്ദകരമായ പാട്ടുകൾ പാടുന്ന പക്ഷികൾ. ആ പുണ്യഭൂമിയിൽ അതുല്യ തേജസ്സുള്ള മഹർഷിമാർ നിറയെ താമസിക്കുന്നുണ്ട്. തപസ്സിൻ്റെ എല്ലാ പടിയിലുമെത്തിയ മുനീന്ദ്രന്മാർക്കുള്ള ആ ആശ്രമം ബ്രഹ്മലോകം പോലെയുള്ള പുണ്യാശ്രമമായി ശോഭിച്ചു നിൽക്കുന്നു. വിശ്വാമിത്ര രാജാവ് സന്തോഷത്തോടെ ആ ആശ്രമം ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം അദ്ദേഹം വസിഷ്ഠ മഹർഷിയെ വന്ദിച്ചു തൊഴുതു. അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് വസിഷ്ഠൻ വിശ്വാമിത്രനെ സ്വാഗതം പറഞ്ഞ് പീഠത്തിൽ ഇരുത്തി. ആശ്രമവിധി അനുസരിച്ച് സൽക്കരിച്ചു. അദ്ദേഹം മാമുനീന്ദ്രനോട് കുശലം ചോദിച്ചു. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വസിഷ്ഠൻ മറുപടി പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, രാജേന്ദ്ര, വീരനായ അങ്ങ് പ്രജകളെ ക്ഷത്രിയ ധർമ്മമനുസരിച്ചല്ലേ പരിപാലിക്കുന്നത്? ഭൃത്യജനങ്ങളെയും പരിപാലിക്കുന്നില്ലേ? ശത്രുക്കളെ മുഴുവൻ അങ്ങ് പരാക്രമം കൊണ്ട് വിജയിച്ചില്ലേ? എല്ലാവർക്കും സുഖമല്ലേ? വിശ്വാമിത്രൻ പറഞ്ഞു, എല്ലാവർക്കും സുഖം തന്നെ. പരസ്പരം വർത്തമാനം പറഞ്ഞ ഇരുവരും വളരെയധികം സന്തോഷമായി ഇരുന്നു. രാമ, വസിഷ്ഠ മഹർഷി വിശ്വാമിത്ര രാജാവിനോട് പറഞ്ഞു, അങ്ങയ്ക്കും പടയാളികൾക്കും അതിഥി സൽക്കാരം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അങ്ങ് അത് സ്വീകരിക്കണമെന്നും പറഞ്ഞു. ആശ്രമവാസികൾക്ക് എന്ത് അതിഥി സൽക്കാരം ചെയ്യാൻ കഴിയും എന്ന ചിന്തയാൽ രാജാവ് പറഞ്ഞു, നമ്മുടെ സംഭാഷണം തന്നെ നല്ലൊരു അതിഥി സൽക്കാരമല്ലേ? തൽക്കാലം അത് മതി. ഭഗവാനെ, അവിടുത്തെ ആശ്രമത്തിലുള്ളവർ നൽകിയ കായികനി സൽക്കാരത്താൽ ഞാൻ സംതൃപ്തനാണ്. ആചാര വിജ്ഞാനിയായ അങ്ങയുടെ അനുഗ്രഹം മാത്രം മതിയിനി. അവിടുത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ഞങ്ങൾ പൊയ്ക്കൊള്ളട്ടെ. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് വസിഷ്ഠന് സന്തോഷമായി. എന്നാൽ പിന്നെയും പിന്നെയും വസിഷ്ഠമുനി രാജാവിനെ ക്ഷണിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, മുനീന്ദ്രനായ ഭവാന്റെ ആഗ്രഹം അനുസരിക്കുവാൻ തയ്യാറാണ്. അത് കേട്ട്
വസിഷ്ഠ മാമുനിക്ക് സന്തോഷമായി. ഉടനെ വസിഷ്ഠമുനി ആശ്രമത്തിലെ കാമധേനുവിനോട് പറഞ്ഞു, ഹേ ശബളേ, വേഗം വരൂ, എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ചതുരംഗ സൈന്യത്തോടെ എത്തിയ ഈ രാജാവ് നമ്മുടെ അതിഥിയാണ്. ഇദ്ദേഹത്തെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ? അതിനാൽ ആർക്ക് എന്താണ് ഇഷ്ടം അതനുസരിച്ചുള്ള വിഭവങ്ങൾ തയ്യാറാക്കൂ. രാമ, വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം കാമധേനു അതാതാതുകൾക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അകടിൽ നിന്ന് ചുരത്തി തുടങ്ങി. എല്ലാ വിഭവങ്ങളും വന്നവർക്കെല്ലാം ഇഷ്ടമായി. എല്ലാവരും അതീവ സന്തുഷ്ടരായി. എല്ലാം കഴിഞ്ഞപ്പോൾ മന്ത്രിമാരോടൊത്ത് നിന്ന വിശ്വാമിത്ര രാജാവ് വസിഷ്ഠ മഹർഷിയോട് ഒരു ആഗ്രഹം അറിയിച്ചു. ബ്രഹ്മാവിന് തുല്യനായ ഭഗവാനെ, അവിടുന്ന് ഞങ്ങളെ വേണ്ട വിധം സൽക്കരിച്ചു. എങ്കിലും മനസ്സിൽ ഒരാഗ്രഹം. 100,000 ഉത്തമ പശുക്കളെ ഞാൻ തരാം. ഈ കാമധനുവിനെ എനിക്കു തരണേ. രാജാവിന്റെ വാക്കുകൾ കേട്ട വസിഷ്ഠൻ പറഞ്ഞു, രാജാവേ, 100,000 100 കോടി പശുക്കളെ തന്നാലും കാമധേനുവിനെ ഞാൻ തരില്ല. മല പോലെ സ്വർണം കൂട്ടി തന്നാലും ഇവളെ ഞാൻ തരില്ല. ഇവൾ എന്നും എൻ്റെ അടുത്ത് നിൽക്കുന്നവളാണ്. എന്നെ വിട്ട് പിരിയാത്തവളാണ് കാമധേനു. ഈ ആശ്രമത്തിനു വേണ്ടതെല്ലാം തരുന്നത് ഇവളാണ്. സർവവും ഇവൾക്ക് അധീനവുമാണ്. രാജാവേ, ഇവൾ എൻ്റെ സർവസ്വവുമാണ്. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും ഞാൻ ഇവളെ മറ്റാർക്കും കൊടുക്കുകയില്ല. വസിഷ്ഠമാമുനിയുടെ വാക്കുകൾ വിശ്വാമിത്ര രാജാവിനെ തൃപ്തനാക്കിയില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞത് വാശിയേറിയ വാക്കുകളാണ്. കാമധേനുവിന് പകരമായി പലതരം വിശിഷ്ട വസ്തുക്കൾ തരാമെന്ന് പറഞ്ഞു. മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ ചെയ്തു. ശബളപ്പശുവിനെ തരണമെന്ന് പറഞ്ഞു. ബുദ്ധിമാനായ വിശ്വാമിത്രന്റെ വാക്കുകേട്ട വസിഷ്ഠൻ പറഞ്ഞു, വിശ്വാമിത്ര, എന്ത് തന്നാലും കാമധേനുവിനെ ഞാൻ തരുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ പ്രധാനമായ യാതൊന്നും കാമധേനുവിനില്ലെങ്കിൽ ഇല്ല തന്നെ. എന്തിനധികം പറയുന്നു? എന്തു വന്നാലും എന്തു പറഞ്ഞാലും കാമധേനുവിനെ ഞാൻ കൊടുക്കുന്നതല്ല, തീർച്ച. വിശ്വാമിത്രന്റെ വാശി കൂടി. അദ്ദേഹം പശുവിനെ കടന്നു പിടിച്ചു. വിശ്വാമിത്രൻ അവളെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ദുഃഖത്തോടെ കാമധേനു ചിന്തിച്ചു, ഭഗവാൻ വസിഷ്ഠൻ എന്നെ തീരെ ഉപേക്ഷിച്ചുവെന്നോ? ഏറ്റവും ദുഃഖിതയായ എന്നെ രാജഭടന്മാർ കൊണ്ടുപോകുന്നുവല്ലോ. ഭവിതാത്മാവായ ബ്രഹ്മർഷിക്ക് ഞാൻ എന്തൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്? നിഷ്കളങ്ക സ്നേഹമാർന്ന എന്നെ യാതൊരുവിധ കുറ്റവും ചെയ്യാതെ ധാർമ്മിക തപോധനൻ കൈവിടുവാൻ എന്താണ് കാരണം? ചിന്തയുടെ അവസാനം വീണ്ടും വീണ്ടും ദീർഘനിശ്വാസം ചെയ്ത കാമധേനു രാജഭടന്മാരെ മുഴുവൻ ചവിട്ടി തേച്ച് ഛിന്ന ഭിന്നമാക്കി. എന്നിട്ട് വളരെ വേഗത്തിൽ വസിഷ്ഠ മുനിയുടെ അരികിലെത്തി. ദീനം ദീനം വിലപിച്ച അവൾ ഇടിനാദം പോലെ ഘനമായ ശബ്ദത്തിൽ പറഞ്ഞു, ബ്രഹ്മപുത്രനായ ഭഗവാനെ, അവിടുന്ന് എന്നെ വെടിഞ്ഞുവോ? അവിടുത്തെ കാലടിച്ചോട്ടിൽ നിന്ന് ഈ രാജഭടന്മാർ എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ടില്ലേ? വിഷമിച്ച് കരയുന്ന സഹോദരിയോടെന്ന പോലെ വസിഷ്ഠമുനി കാമധേനുവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. യാതൊരു തെറ്റും നീ ചെയ്തിട്ടില്ല. ചതുരംഗ സൈന്യങ്ങളുമായി എത്തിയ ഈ രാജാവ് മഹാശക്തനാണ്. ഇദ്ദേഹം എന്നിൽ നിന്നും നിന്നെ അപഹരിക്കുകയാണ്. ഈ രാജാവിനെ പോലെ ശക്തി എനിക്കില്ലല്ലോ. ഭഗവാൻ വസിഷ്ഠന്റെ അഭിപ്രായം അറിഞ്ഞ കാമധേനു അതിവിനയത്തോടും വാക്ചാതുര്യോടും കൂടി പറഞ്ഞു, ഭഗവാനെ, ക്ഷത്രിയന് എന്താണൊരു ബലമുള്ളത്? അതിശക്തി ബ്രാഹ്മണനല്ലേ? ദിവ്യമായ ബ്രഹ്മബലം ആലോചിച്ചാൽ ക്ഷത്രിയ ബലം വെറും നിസാരമാണ്. മാത്രമല്ല, അവിടുത്തെ ശക്തിയെ ഏതൊരാൾക്കാണ് കണക്കാക്കുവാൻ സാധിക്കുക? എത്ര വിശ്വാമിത്രന്മാർ ഒന്നിച്ചാലും അവിടുത്തേക്ക് സമമാകുമോ? ഭഗവാനെ,
അവിടുത്തെ ശക്തിയെ ആർക്കും സഹിക്കുവാൻ തന്നെ സാധിക്കില്ല. ബ്രഹ്മബലത്തിന്റെ പരിപൂർണതയിലെത്തിയ അവിടുന്ന് എനിക്ക് കൽപ്പന തന്നാൽ മതി. വിശ്വാമിത്രന്റെ അഹങ്കാരവും സൈന്യശക്തിയും അവിടുത്തെ അനുവാദ ശക്തി കൊണ്ട് മാത്രം ഞാൻ തകർത്ത് കളയാം. കാമധേനുവിന്റെ വിനയപൂർണമായ വാക്കുകൾ കേട്ട ബ്രഹ്മർഷി വസിഷ്ഠൻ പറഞ്ഞു, ശരി, ശത്രുക്കളെ വിജയിക്കുവാൻ, അവരെ മർദ്ദിക്കുവാൻ കെൽപ്പുള്ള പടയാളികളെ സൃഷ്ടിച്ചുകൊള്ളുക. ഭഗവാന്റെ അനുമതി കിട്ടിയ കാമധേനു ഒരൊറ്റ ഹുംകാരം കൊണ്ട് ആയിരക്കണക്കിന് പോരാളികളെ സൃഷ്ടിച്ചു. വിശ്വാമിത്രൻ നോക്കി നിൽക്കെ ആ സൈന്യങ്ങൾ വിശ്വാമിത്രന്റെ സൈന്യങ്ങളെ നശിപ്പിച്ചു തുടങ്ങി. ചിന്നിച്ചിതറിയ പടയാളികളെ കണ്ട് രാജാവ് കോപാകുലനായി പല ആയുധങ്ങളും എടുത്ത് ചെറുത്തു. മഴ പോലെ ശരങ്ങൾ വരുന്നതാണ് വിശ്വാമിത്രൻ കണ്ടത്. വിശ്വാമിത്ര സൈന്യങ്ങളുടെ മഹാപരാക്രമത്താൽ വശം കെട്ട സൈന്യങ്ങളെ കണ്ട വസിഷ്ഠൻ കാമധേനുവിനോട് പറഞ്ഞു, മകളെ കാമധേനു, യോഗത്തിൽ നിന്ന് പടകളെ സൃഷ്ടിക്കുക. അത് കേട്ട് സൂര്യ തേജസ്സുള്ള കാംബോജന്മാരെ കാമധേനു സൃഷ്ടിച്ചു. വിവിധ തരം പഠന്മാരെ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. വിശ്വാമിത്രന്റെ 100 പുത്രന്മാർ ആയുധങ്ങളുമേന്തി കോപത്തോടെ വസിഷ്ഠന് നേരെ അടുത്തപ്പോൾ അദ്ദേഹം ഉഗ്രകോപത്താൽ ഹുങ്കാരം ചെയ്തപ്പോഴുണ്ടായ അഗ്നിയിൽ ആ 100 പുത്രന്മാരും ചാമ്പലായി മാറി. അത് കണ്ട് വിശ്വാമിത്രൻ ലജ്ജിതനായി തല താഴ്ത്തി. രാജാവ് നിഷ്പ്രഭനായി. പുത്രനാശം വന്നപ്പോൾ രാജാവ് ചിറകറ്റ പക്ഷിയെപ്പോലെയായി. അച്ഛന്റെ അടുത്തുനിന്ന ഒരു മകൻ മാത്രം ബാക്കിയാക്കി. ആ മകനെ പിടിച്ചു മുന്നിൽ നിർത്തി വിശ്വാമിത്രൻ പറഞ്ഞു, മകനെ, ക്ഷത്രിയ ധർമ്മമനുസരിച്ച് നീ രാജ്യം ഭരിക്കുക. ശേഷിച്ച സൈന്യങ്ങളോടൊപ്പം ആ മകനെ രാജാവ് നാട്ടിലേക്ക് അയച്ചു. പിന്നെ വിശ്വാമിത്രൻ ചിന്തയിൽ ഉറപ്പിച്ച ശേഷം ഹിമാലയ സാനുക്കളിലേക്ക് പോയി. രുദ്രനായ ശിവനെ പ്രസാദിപ്പിക്കുവാൻ ഘോരമായ തപസ് തുടങ്ങി. തപശക്തിയിൽ പ്രീതനായ രുദ്രൻ വിശ്വാമിത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവേ, എന്തിനായിട്ടാണ് തപസ് ചെയ്യുന്നത്? ഉദ്ദേശമെന്തെന്ന് പറയൂ. ആശിക്കുന്ന വരമേതോ അത് ചോദിക്കൂ, തരാം. ശിവന്റെ വാക്കുകൾ കേട്ട് വിശ്വാമിത്രൻ തൊഴുത് നമസ്കരിച്ചു പറഞ്ഞു, ദേവദേവ, അവിടുന്ന് എന്നാൽ പ്രസാദിച്ചുവെങ്കിൽ അംഗോപാംഗങ്ങളോട് കൂടിയ ധനുർവേദ രഹസ്യം എനിക്ക് അരുളി ചെയ്തു തരണം. എല്ലാവരിലും ഏത് അസ്ത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അവയെല്ലാം അവിടുത്തെ അനുഗ്രഹത്താൽ എനിക്ക് തന്നാട്ടെ. ഈ ആഗ്രഹം ദേവദേവനായ അവിടുത്തെ പ്രസാദത്താൽ സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ എന്ന് വരം കൊടുത്ത് മഹാദേവൻ അവിടെ നിന്നും മറഞ്ഞു. അതുല്യ ദിവ്യാസ്ത്രങ്ങൾ നേടിയ വിശ്വാമിത്രൻ അഹങ്കാര ഭാവമുള്ളവനായി തീർന്നു. വസിഷ്ഠനെ നിഗ്രഹിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിൽ തീർച്ചപ്പെടുത്തി. അതിവേഗം വസിഷ്ഠാശ്രമത്തിലെത്തിയ വിശ്വാമിത്രൻ ആശ്രമത്തിനു നേരെ തീഷ്ണ ശരങ്ങൾ അയച്ചു തുടങ്ങി. ആശ്രമത്തിലെ മുനിമാർ പ്രാണരക്ഷാർത്ഥം 4 ഭാഗത്തേക്കും ഓടി. പക്ഷിമൃഗാദികളും അവിടം വിട്ട് ഓടി. വസിഷ്ഠാശ്രമം അല്പസമയത്തിനകം ശൂന്യമായി കാണപ്പെട്ടു. ഭയപ്പെടേണ്ട എന്ന് ബ്രഹ്മർഷി വസിഷ്ഠൻ പറഞ്ഞെങ്കിലും ഒരൊറ്റ ജീവി പോലും അവിടെയെങ്ങും നിന്നില്ല. വിശ്വാമിത്രനെ ഇന്ന് ഞാൻ നശിപ്പിക്കുമെന്ന് വസിഷ്ഠൻ പറഞ്ഞു. വിശ്വാമിത്ര രാജാവിനെ നോക്കി വസിഷ്ഠൻ പറഞ്ഞു, കഷ്ടം! അനേകകാലമായി പരിപൂർണമായിരിക്കുന്ന ഈ ആശ്രമത്തെ മുടിച്ചുവല്ലോ. തീർച്ചയായും അങ്ങൊരു ദുരാചാരനാണ്. യോഗദണ്ഡ് ഉയർത്തിപ്പിടിച്ച വസിഷ്ഠൻ അതിക്രോധത്തോടെ വിശ്വാമിത്രന്റെ മുൻപിൽ അചഞ്ചലനായി നിന്നു.